ഹലോ, ഈ കാണുന്ന മുടി നമ്മളിന്ന് ഓളിമേസിങ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓളിമേസിൻ്റെ വീഡിയോ ധാരാളം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ വേണം അതിന് നോക്കിയാൽ മതി. ബിഫോർ ഇങ്ങനെയായിരുന്നു, തലയിലെ മുടി എല്ലാം ഒട്ടിയിരിക്കുകയായിരുന്നു. ഓളിമേസിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടെ വോളിയത്തിൽ മുടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓളിമേസിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് കാണാം. ആദ്യം നന്നായി ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകിയെടുക്കുകയാണ്. അങ്ങനെ കഴുകിയെടുത്ത മുടി ടവൽ ഡ്രൈ ചെയ്തെടുക്കും. പിന്നീട് മുടി സെക്ഷൻ തിരിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ ചെറിയ സെക്ഷൻസ് എടുത്ത് നന്നായി പിന്നിയെടുക്കും. നമ്മളുടെ ഫുൾ മുടിയും ഓളിമേസിങ് ചെയ്യുന്നില്ല, ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ സ്മൂത്തിങ് ചെയ്യാൻ പറ്റിയിട്ടാണ് നമ്മൾ ഓളിമേസിങ് ചെയ്യുന്നത്. അപ്പോൾ ഓളിമേസിങ് ചെയ്യേണ്ട ഭാഗത്തെ മുടികൾ മാത്രം ചെറുതായിട്ട് പിന്നിയെടുക്കുന്നു. ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിൽ പിന്നാതെ വിട്ടിട്ട് രണ്ടിടത്തും സെയിം ക്രീം അപ്ലൈ ചെയ്താണ് നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഓളിമേസിങ് ചെയ്യാനുള്ള ക്രീം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോ പിന്നിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ പിന്നിയിട്ടിരിക്കുന്ന മുടിയിലാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നലിൻ്റെ ഇടയിലേക്കൊക്കെ ക്രീം നന്നായി പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആദ്യം കുറച്ച് ക്രീം മുടിയിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അത് കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പിന്നിയ മുടിയിലെല്ലാം നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യുന്നു. അതിന് ശേഷമാണ് സ്മൂത്തൻ ചെയ്യേണ്ട ഫ്രണ്ടിലെ മുടിയിൽ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ മുടി വാഷ് ചെയ്തെടുക്കുന്നു. അങ്ങനെ വാഷ് ചെയ്തെടുത്ത മുടി നമ്മൾ വീണ്ടും ടവൽ ഡ്രൈ ചെയ്തെടുക്കുന്നു. പുറകിലത്തെ മുടി പിന്നിലഴിക്കാതെ തന്നെ നന്നായിട്ട് ഡ്രയർ കൊടുത്ത് ഉണക്കിയെടുക്കുന്നു. ഫ്രണ്ടിലത്തെ മുടി അയൺ ചെയ്തെടുക്കുന്നു.
ഇങ്ങനെ ഡ്രയർ കൊടുക്കുമ്പോൾ പിന്നൽ അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പിന്നിട്ടിട്ട് വേണം അടുത്ത ക്രീം അപ്ലൈ ചെയ്യുവാനായിട്ട്. അങ്ങനെ അയണിങ്ങിന് ശേഷം നമ്മൾ ഫുൾ മുടിയിലും സെക്കൻഡ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് പിന്നൽ അഴിച്ചെടുത്ത് വാഷ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും. കണ്ടോ, അഴിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതാണ് മുടിയുടെ സ്ട്രക്ചർ. അങ്ങനെ ഫുൾ മുടിയിലെയും പിന്നിലൂടെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മുടിയൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ വാഷ് ചെയ്ത മുടി ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുടിയുടെ തുമ്പത്തേക്ക് കുറച്ച് അൺഈവനായിട്ടാണ് കിടക്കുന്നത്. നമുക്കിനി ആ മുടിയൊന്ന് കട്ട് ചെയ്യണം. മുടിയുടെ ലെങ്ത് ഒട്ടും കളയാതെ ഷേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് മുടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോളിമേസിങ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.